നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമാരമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമൃതപാനപൂർണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാൽ അരുൾ ചെയ്തിതാദരാൽ ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാതാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു നഗ്രമകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നു പോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ
ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്രപുത്രോക്തികളിത്തമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ മുമ്പിലാമാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൻ മൂർധ്നി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം നാലു ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരു പോലെ. ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപാല പങ്ക്തിയും. അണ്ടർകോൻ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാനതിശക്തരായുണ്ടൊരു 1,000,000 നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം
ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ. 'അഗ്രജൻ തന്നോടു മാതരാൽ